തിരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട് തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനെതിരെ വ്യാജപ്രചരണം നടത്തി വ്യക്തിഹത്യ നടത്തുകയാണ് മുസ്ലിം ലീഗ് എന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം താനൂർ മണ്ഡലത്തിൽ ഏകദേശം 2000 കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ നടത്തിയ വി അബ്ദുറഹ്മാൻ ജന്മനാടായ തിരൂരിൽ സ്ഥാനാർത്ഥിയായതോടെ ഇതുവരെ നടത്താത്ത അവഹേളനങ്ങളും വ്യക്തിഹത്യയുമാണ് ലീഗും കൂട്ടാളികളും നടത്തുന്നത്. താനൂരിന്റെ പശ്ചാത്തല സൗകര്യവും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ വികസന പദ്ധതികളും കൊണ്ട് താനൂരിന്റെ മുഖച്ഛായ മാറ്റാൻ 10 വർഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ വി അബ്ദുറഹ്മാന് കഴിഞ്ഞു. ഇത് പിൻപറ്റിയാണ് തിരൂരിലെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി തിരൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായത്. ഇതോടെ അബ്ദുറഹ്മാന്റെ വിജയം സുനിശ്ചിതമാകുമെന്ന് കണ്ട് വിരളിപ്പോണ്ട ലീഗും UDFും എല്ലാ തിരഞ്ഞെടുപ്പ് മര്യാദകളും ലംഘിച്ച് അധിക്ഷേപ ബോർഡുകളും നോട്ടീസുകളും പ്രചരിപ്പിക്കുകയാണ്. താനൂരിലുണ്ടായ ബോട്ട് ദുരന്തത്തിന്റെ പേരിലാണ് ലീഗ് അധിക്ഷേപവും വ്യാജപ്രചാരണവും നടത്തുന്നത്. അപകടത്തിൽപ്പെട്ട ബോട്ടിന് രജിസ്ട്രേഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർമാർക്കെതിരെയും ബോട്ടുടമ, ജീവനക്കാർ എന്നിവർക്കുമെതിരെയും പോലീസ് അന്വേഷണം നടത്തി കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ താനൂർ നഗരസഭയുടെ ഉത്തരവാദിത്തം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ബോട്ടിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്നുവെന്ന നഗരസഭാ കൗൺസിലർ നഗരസഭാ ചെയർമാന് നൽകിയ പരാതിയിൽ പോലും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ലീഗ് ഭരിക്കുന്ന നഗരസഭാ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ലീഗ് വ്യാജപ്രചരണം നടത്തുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകും. വ്യക്തി അധിക്ഷേപം നടത്തിയ സംഘർഷത്തിനും അതുവഴി തിരഞ്ഞെടുപ്പിൽ കലാപത്തിനുമാണ് ലീഗ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകും. മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന വ്യക്തിഹത്യയും അധിക്ഷേപങ്ങളും ലീഗ് നേതാക്കൾക്കെതിരെ തുറന്നു പറയാൻ LDF രംഗത്തിറങ്ങും. തിരൂർ ജില്ലാ ആശുപത്രി റോഡ് വികസനത്തിന് സ്ഥലം നേരത്തെ തന്നെ വിട്ടുകൊടുത്തിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കൂടുതൽ സ്ഥലം വിട്ടു നൽകാൻ റൂൾ 60 പ്രകാരം നഗരസഭയോ സർക്കാരോ നോട്ടീസ് നൽകിയിട്ടില്ല. നഗരസഭ തങ്ങളുടെ ചുമതല നിർവഹിക്കാതെ വി അബ്ദുറഹ്മാനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. എന്നാൽ നഗരസഭാ ചെയർമാന്റെയും മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റിന്റെയും ഉടമസ്ഥതയിലുള്ള പാൻ ബസാറിലെ വസ്ത്രാലയം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിർമ്മിച്ചത്. ഇത് സംബന്ധിച്ച് ഇന്റേണൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 10 ക്രമക്കേടുകൾ കണ്ടെത്തുകയും നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ലീഗ് നേതാക്കൾ നടത്തിയ നിയമലംഘനങ്ങൾ മൂടിവെക്കാനാണ് ലീഗ് നീക്കം നടത്തുന്നതെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താനൂരിലെ റെയിൽവേ സ്റ്റേഷൻ മൂടി പിടിപ്പിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഉണ്ണിയാലിൽ ഏറ്റവും മികച്ച സ്റ്റേഡിയം പണിത്. ഉണ്ണിയാൽ എന്ന് പറയുന്ന പ്രദേശം തിരൂരിലെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഫിഷറീസ് സ്കൂള് അവിടെ ഇപ്പോൾ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിസ്താരഭയം മൂലം അതിലേക്ക് കടക്കുന്നില്ല. അത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ആ താനൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റി അവിടെ നിന്ന് അദ്ദേഹം തിരൂരിലേക്ക് വരികയാണ്. സ്വന്തം നാട്ടിൽ ഈ തിരൂരിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അതുകൊണ്ട് തന്നെ സാധാരണ സ്ഥാനാർത്ഥി പര്യടന വേളയിൽ കാണാത്ത ആളുകൾ വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അവരെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അത് കണ്ട് വിറളി പൂണ്ടിട്ടുള്ള ലീഗ്, അതാണ് നമുക്ക് പറയാം. വിറളി പൂണ്ട ലീഗ് എന്തെല്ലാം തരത്തിൽ താറടിച്ച് കാണിക്കാൻ പറ്റും അതുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താ നമ്മുടെ തിരൂർ മണ്ഡലത്തിൻ്റെ അവസ്ഥ? ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇടതുപക്ഷം വിജയിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ, ബാക്കിയുള്ള കാലങ്ങളെല്ലാം ലീഗാണ് ജയിച്ചത്. ലീഗിൻ്റെ പ്രതിനിധിയായിരുന്നു. ഈ തിരൂർ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥക്ക് ആദ്യം മറുപടി പറയേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവരുടെ നേതാക്കന്മാരാണ് ഇത്രയും കാലവും MLA-മാരായും MP-മാരായിട്ടും ഈ കേരളത്തിൽ ഈ തിരൂരിലുണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് P. ഹംസകുട്ടി, അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, CM മൊയ്തീൻകുട്ടി, V. നന്ദൻ, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, പിമ്പുറത്ത് ശ്രീനിവാസൻ, രാജ് K. ചാക്കോ, അഡ്വക്കേറ്റ് V. ചന്ദ്രശേഖരൻ, KP അലവി, KP മുസ്തഫ, K. അബ്ദുൽ ലത്തീഫ്, ജമാൽ ഹാജി എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് തിരൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്.
MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.